എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അപ്പോഴേ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്യണം കരുതുന്നത്. അതിനിപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാനിപ്പോൾ വണ്ടൂര് പോയിട്ട് ഇന്ന് എത്ര സുബിയ ഡേറ്റ്? 14 തീയതി. ഇന്ന് ചൊവ്വാഴ്ച ലീവാണ് കേട്ടോ, അംഗൻവാടി ലീവാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ലോണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വണ്ടൂർ ബാങ്ക് പോയി ഇപ്പോൾ കയറി വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ബാങ്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, നിസ്കരിച്ചിട്ടില്ല. അപ്പം നിസ്കരിക്കണം. ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേണം. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കണ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതല്ല, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഈ മാസം കുറച്ചൊക്കെ ഏണിങ്സ് ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെയൊക്കെ ഒരുപാട് നന്ദി, താങ്ക്സ്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്തതിനും വ്യൂസ് ഉള്ളതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ വീഡിയോസ് ഞാൻ അങ്ങനെ ഇടലില്ല, എപ്പോഴെങ്കിലും ഇടലുള്ളൂ. ഷോർട്സ് മാത്രമാണ് ഇട്ടിടല്. അപ്പോൾ മാഷാ അല്ലാഹ്, ഷോർട്സിന് അത്യാവശ്യം ഡോളറൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇനി ഇടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തോട്ടക്കര അംഗൻവാടിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ജൂണിലാണ്, മെയ് ലാസ്റ്റ് ഇങ്ങോട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് കൊമ്പങ്കല്ല് എന്ന് പറയും, തൊട്ടടുത്ത്. ഇത് പൊട്ടിക്കല്ലാണ്, അത് കൊമ്പങ്കല്ല് ഇത്തിരി പോയാൽ മതി. കാരണം ഇവിടുന്ന് ഉറക്കെ കൂക്കി അങ്ങോട്ട് കേൾക്കുന്നുള്ളതാണ്. 5 മിനിറ്റ് വേണ്ടട്ടോ നടക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. ഞാൻ തോട്ടക്കരയായിരുന്നു അംഗൻവാടിയിൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരോട് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല, കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, താത്ത നിങ്ങൾ ജോലിക്ക് അടുത്താണോ പോകുന്നത്, അപ്പോൾ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് എന്തേ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അംഗൻവാടിയിൽ ജോലി എനിക്ക് ഹെൽപ്പറായിട്ട് എനിക്ക് കിട്ടിയത് 2010 ഡിസംബറിലാണ് കേട്ടോ ഞാൻ പെർമനൻ്റ് ആയത്. അപ്പോൾ മാഷാ അല്ലാഹ്, അപ്പോൾ ഏകദേശം എനിക്ക് 16 വർഷമായി സ്ഥിരം നിയമനായിട്ട്. അപ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഒക്കെ കീഴിൽ, അർദ്ധ സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റിൽ പെർമനൻ്റ് ആയത് ഒരു കോഴിശ്ശേരിക്കുന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംഗൻവാടിയിലായിരുന്നു. അവിടെ ഞാൻ 8 വർഷം ജോലി ചെയ്തു. അതിൻ്റെ ശേഷം ഞാൻ അവിടുന്ന് സ്ഥലം മാറി ഇവിടെ പൂക്കോടുംപാടത്തേക്ക് വന്നു. കാരണം എന്താണെന്ന് അറിയാം, അത്രയും ദൂരത്തേക്ക് പോയാൽ നമുക്ക് വണ്ടിക്കൂലി കുറേ ആവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് തോട്ടക്കരക്ക് മാറിയത്. ഇപ്പോൾ തോട്ടക്കരന്ന് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയോ, ഒരു ദിവസം 30 റുപ്യ വണ്ടിക്കൂലിയാണ് ബസ്സിന് പോവുകയാണെങ്കിൽ. അങ്ങോട്ട് 15 റുപ്യ, ഇങ്ങോട്ട് 15 റുപ്യ, അങ്ങനെ 30 റുപ്യ വണ്ടിക്കൂലി വേണം. പിന്നെ ഞാൻ സ്കൂട്ടിക്കാണ് പോകുക. സ്കൂട്ടിക്ക് പോകുമ്പോൾ എണ്ണ പൈസ അതിലേറെ വരും. അങ്ങനെ എനിക്ക് ആ വണ്ടിക്കൂലിയൊക്കെ ലാഭം കിട്ടി. പിന്നെ അതല്ല, ഞാൻ ഫസ്റ്റിൽ താൽക്കാലികമായിട്ട് കയറിയിട്ടുള്ളൊരു അംഗൻവാടിയാണ് കൊമ്പങ്കൽ അംഗൻവാടി. അവിടെ തന്നെ മാഷാ അല്ലാഹ് എനിക്ക് സ്ഥിരം ജോലി കിട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം അന്ന് താൽക്കാലിക ഒരു 3 മാസം എനിക്ക് അവിടെ ജോലി കിട്ടിയെങ്കിൽ എന്ന് വെച്ച് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിന്ന ഒരു വ്യക്തിയെന്ന് ഇപ്പോൾ എനിക്ക് അവിടുത്തെ സ്ഥിരം പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അള്ളാഹുവിന് ഒരുപാട് സ്തുതി. ഈ ജോലി ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നീറ്റായിട്ട് ക്ലിയർ ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ തോട്ടക്കര അംഗൻവാടിയിൽ 8 വർഷം നിന്ന് പോന്നപ്പോൾ എനിക്ക് അവിടുന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്കൊരു മൊമെൻ്റോ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. തോട്ടക്കര അംഗൻവാടിയിൽ എനിക്ക് അവിടുത്തെ മെമ്പർ, അവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ മെമ്പർ ഒക്കെ തന്നിട്ടുള്ളത് ഒരു മൊമെൻ്റ് ആണ്. ഞാൻ അവിടെ 8 വർഷം ജോലി ചെയ്തു എന്നും പറഞ്ഞങ്ങാണ്ട് വാഹിദ മോൾക്ക് തോട്ടക്കര അംഗൻവാടിയുടെ സ്നേഹാദരം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ, അമ്മമാരും അവിടുത്തെ മെമ്പർ നല്ലൊരു മെമ്പറാണ് കേട്ടോ, സലാമക്ക എന്ന് പറയും, തോട്ടക്കര ഉള്ളതാണ്. ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ആ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളൊരു മെമ്പറാണ് നമ്മുടെ സലാമക്ക. സലാമു എന്നാണ് പേര്. സലാമക്ക മെമ്പർ മുൻകൈ എടുത്തിട്ട് അങ്ങനെ എനിക്കൊരു യാത്രയപ്പ് അങ്ങനെ തന്നതാണ് കേട്ടോ.
പിന്നെ എനിക്ക് അവിടുന്ന് തന്നിട്ടുള്ളത് ഓരോന്ന് ഞാൻ കാണിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ചുരിദാറാണ് അവിടുത്തെ അമ്മമാര് ഒക്കെ തന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത്. അമ്മമാരുടെ വക അതാണ് ചുരിദാറ്. പക്ഷെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, 1-2 ഇടൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടുത്തെ കുട്ടികൾ അമ്മമാരൊക്കെ പാടെ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഷാളാണ്, അതിലേക്കുള്ള പാൻറ്റാണ്. പിന്നെ ഇതിൻ്റെ അവിടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർ, റന്നിലത്തെ ടീച്ചറാണ്. ടീച്ചർ തന്നിട്ടുള്ള ചുരിദാറാണ് കേട്ടത്. ഇത് ബിറ്റാണ് കേട്ടോ, ചുരിദാറിന്റെ ബിറ്റാണ്. തയ്പ്പിക്കണം. മാഷാല്ലാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇല്ലാത്തൊരു കളർ. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ഇതൊന്നും അല്ല എനിക്ക് വേണ്ടി. എനിക്ക് ഓരോ സ്നേഹത്തോടുള്ള ഒരു പുഞ്ചിരി, ഒരു വർത്താനം, അത് മാത്രം മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ 2010 പെർമനൻ്റ് ആയിട്ട് 5-8 വർഷം ജോലി ചെയ്ത് കോഴിശ്ശേരിക്കുന്ന്. ഞാൻ അവിടുന്ന് പോരുമ്പോൾ എനിക്ക് അവിടുന്ന് എന്താ പറയുക അവിടുന്ന് അമ്മമാരെന്നെ നല്ല സ്നേഹമായിരുന്നു. എന്നെ വിളിക്കും പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തത് അവിടുന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടുത്തെ അമ്മമാർ ഇപ്പോഴും എന്നെ വിളിക്കലുണ്ട്. നല്ല ബന്ധമുണ്ട്. അവിടെ ഒരു കുഞ്ഞുമോള് വെച്ചുണ്ട്, അവിടെ രജനി ഉണ്ട്, അതുപോലെ ഒരു റസിയാത്ത ഉണ്ട്, അതുപോലെ ഗ്ലോറി, അങ്ങനെ എല്ലാ ആൾക്കാരിനെ വിളിക്കലും പറച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അത് കിട്ടാത്തതിന് കുറ്റം പറയാനല്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നത് പറയണേ. പിന്നെ ഇതിൻ്റെ ഒരു ഫോളോവർ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് കുറേ ആയി. അപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇടലാണ് കേട്ടോ. അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഇടലാണ്. നമ്മുടെ ഒരു ഫോണും അതുപോലെ നമ്മുടെ കർച്ചീഫ്, അങ്ങനെ കാര്യങ്ങൾ, നമ്മുടെ കുറച്ച് ക്യാഷ് ഒക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാൻഡ് ബാഗ്. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാഷാ അല്ലാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇപ്പോഴും ഇനി എനിക്ക് അങ്കണവാടിയിൽ ടീച്ചറായിട്ട് കയറാനാണ് ആഗ്രഹം. ഞാൻ അങ്കണവാടിയിൽ ഹെൽപ്പറായിട്ട് കയറുമ്പോൾ എനിക്ക് 10ാം ക്ലാസ് പാസ്സില്ലായിരുന്നു. ഹെൽപ്പറായിട്ട് കയറുമ്പോൾ ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സും പാസ്സായിട്ടുണ്ട്, +2 പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പ്രാർത്ഥനയും കാത്തിരിപ്പും എന്ന് പറയുന്നത് അങ്കണവാടിയിൽ ടീച്ചറായിട്ട് കയറണം എന്നാണ്. പല ആൾക്കാർ പല പ്രോഗ്രാമിലൊക്കെ എടുത്ത് പറയാനുണ്ട്, അവള് അങ്കണവാടിയിൽ ആയാണ്, ഹെൽപ്പറാണ്, പലരും പറയലുണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2010 മുതൽ ആ ഒരു കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുഞ്ഞു മക്കളെയാണ് നമ്മൾ നോക്കുന്നത്. അവരെ ഒരു മനസ്സിലൊരു കളങ്കൊന്നുമില്ലാത്ത നല്ല വെള്ള പേപ്പർ പോലുള്ള മനസ്സാണ് അവരുടെ മനസ്സ്. ആദ്യമായിട്ട് വരുന്ന സ്കൂളാണ് അങ്കണവാടി എന്ന് പറയുന്നത്. അവിടെ അവർക്ക് കളിയുണ്ട്, ചിരിയുണ്ട്, പഠനമുണ്ട്. അവരെ എല്ലാ കാര്യത്തിനും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പഠന സ്കൂൾ തന്നെയാണ് അത്. കാരണം അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാൻ, എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ടുള്ള അക്ഷരങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു അങ്കണവാടിയാണിത്. അങ്കണവാടിയിൽ ആ കുരുന്നുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം എന്താണ് അല്ലേ? അത് അതിൻ്റെതായ രുചിയോടുകൂടിയും വൃത്തിയോടുകൂടിയും പാചകം ചെയ്ത് അവരെ നോക്കാനും, ഇനിയിപ്പോൾ അവർക്ക് പാട്ട് പാടിക്കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും അതിനൊക്കെ നമുക്ക് ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് എനിക്ക് ജോലി കിട്ടി. ഇനി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ടീച്ചറായിട്ട് പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇനി ഞാൻ ചെയ്യുക. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, താത്ത വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടിട്ട് കാണിച്ചു തന്നിട്ടില്ല. വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടിട്ടുണ്ട്, അടുക്കള പണി തറ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോണ് ശരിയാക്കാനാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, ഉറപ്പാണ്. അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയുകയാണെങ്കിൽ. ഇതൊക്കെ മാഷാ അല്ലാഹ് എനിക്കൊരു വലിയ സന്തോഷമാണ്. ഇവരിൽ നിന്നൊന്നും ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതല്ല. ഞാൻ പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അങ്കണവാടിക്ക് പോകുമ്പോൾ ഒരു വീട്ടിലുള്ള ഒരു ചേച്ചി, ഞാൻ അറിയുന്ന ചേച്ചിയാവും. ആ ചേച്ചി ആദ്യത്തെ ദിവസം എന്നോട് ചിരിച്ചു, 2ാമത്തെ ദിവസം എന്നോട് ചിരിച്ചു, 3ാമത്തെ ദിവസം ചേച്ചി എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി ചിരിക്കാൻ മറക്കേ, അല്ലെങ്കിൽ ചേച്ചിൻ്റെ മൈൻഡ് വേറെ എന്നും മനുഷ്യർ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, എന്നോട് എന്നും ചിരിക്കുന്ന ചേച്ചി എന്നോട് ചിരിച്ചില്ലല്ലോ, ഇന്നിപ്പോൾ എന്താ പറ്റിയത്? അപ്പോൾ അതിന് പോലും മൂഡ് ഓഫ് ആണ്. ഒരു ക്യാരക്ടറാണ് എൻ്റെത്.
കാരണം ആ ചേച്ചി ചിലപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചേച്ചി വേറെ എന്തെങ്കിലും തിരക്കിലാവും. പക്ഷേ ഞാനത് എന്ത് ചെയ്യും, അത് മൂഡ് ഓഫ് ആകണ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത് കേട്ടോ. അത്ര മതി, നമ്മളൊന്ന് തളർന്നു പോകാനും ഒന്ന് വാടിപ്പോവാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ പെട്ടെന്നുണ്ട് കേട്ടോ എനിക്ക്. അതുപോലെ തന്നെയാണ് ഈ നിങ്ങളുടെ പ്രചോദനം, അതാണ് ഞാൻ ഈ യൂട്യൂബ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടണം, അതുകൊണ്ട് വേണം എനിക്ക് ലോൺ അടച്ചത് വീട്ടാനൊക്കെ. അപ്പം നിങ്ങളൊക്കെ പിന്തുണ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറയും ലോൺ എടുക്കണ്ട, ലോൺ എടുത്താൽ ലോൺ എടുത്താൽ കടം കൂടുള്ളൂ ചെയ്യുക, കടം വീടൂല, ലോൺ എടുക്കുന്ന കുറ്റമാണ്, പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അതൊക്കെ ശരിയാണ്, എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് വായ്പ തരുന്നുണ്ടോ? നമുക്ക് പൈസ വീട് വെക്കാൻ വായ്പയായിട്ട് ആരെങ്കിലും തരുമോ? ഇത്രയും പൈസ 3 ലക്ഷം ഒക്കെ അടുക്കള പണിക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇത്രയും പൈസ ആരാണ് വായ്പ തരിക? അപ്പം നമുക്ക് ലോൺ എടുക്കല്ല, അതൊരു നിവർത്തിയില്ല. അപ്പോൾ അതിൻ്റെ കുറ്റം എന്തായാലും ഞാൻ പഠിച്ചോൻ തരുന്നത് ഞാൻ സ്വീകരിക്കും. അല്ലാതെ എന്താ ഞാൻ ചെയ്യുക? എന്നെ കൊണ്ട് ലോൺ എടുക്കാതെ വീട് വെക്കാൻ എന്തായാലും കഴിയില്ല. ഇനി അടുക്കള പണിയും കൂടി ഉള്ളൂ. മാഷാ അല്ലാ. അപ്പോൾ ഏകദേശം 2 വർഷം 7 മാസമായി വീട് പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ 2 റൂമും ഹാളും സിറ്റ് ഔട്ടും ആ വീടിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നു എന്ന് പറയാൻ. ടൈലിട്ടു, വയറിങ്ങും കഴിഞ്ഞു, തേക്കും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇനി ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുന്നേ അടുക്കള പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലോണ് പാസ്സാക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അറിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു 8 വർഷം ഞാൻ അതിൻ്റെ മുന്നേ ജോലി ചെയ്ത അങ്കണവാടിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടുന്ന് ആൾക്കാർ വിളിക്കലും നിന്നെ ഇവിടുന്ന് കാണുമ്പോൾ മിണ്ടലുണ്ട്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ആയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനത് അവരോട് ചോദിക്കാനോ പറയാനോ അത് പോയിട്ടുമില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്. 1 വർഷമായാലും 2 വർഷമായാലും 3 വർഷമായാലും അങ്കണവാടിയിൽ വന്ന് ജോലി ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ, അമ്മമാർ എല്ലാവരും ഇങ്ങനെ ടീച്ചർമാർക്ക് ഇങ്ങനെയുള്ള സംഭവമൊക്കെ കൊടുക്കും. അന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മാത്രം അങ്ങനെ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ പഠിച്ചവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ തമ്പുരാനെ 5-8 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാരോ അവിടുത്തെ ആരും അതിനെപ്പറ്റി എന്നോട് നിങ്ങൾ പോവുകയാണോ, നിങ്ങൾ ഇനി പോകണോടത്ത് നിങ്ങൾക്ക് നല്ലതായി വരട്ടെ, നിങ്ങൾക്ക് നല്ല സുഖമാവട്ടെ, അവിടെ നല്ല ജോലി ആകട്ടെ എന്നുള്ളൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നല്ലാണ്ട് ആരോട് ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനൊരു വിഷമമല്ല. കാരണം അതൊന്നും ആ ശ്രദ്ധ അവരത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ. പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. ഇതിൻ്റെ ഫോളോവർ വാങ്ങി തന്നിട്ടുള്ള ഈ ബാഗ് എന്ന് പറയുമ്പോൾ അന്ന് എന്നെ വിളിക്കലുണ്ട്, കോണ്ടാക്ട് ചെയ്തിട്ട് മഞ്ചേരി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറയുകൊണ്ട് എൻ്റെ പേര് എന്ന് പറഞ്ഞിരുന്നു. പേര് അപ്പോൾ ഞാൻ ഷഹർബാനു എന്നാണ് കേട്ടോ ആ ഫോളോവറെ പേര്. അപ്പോൾ അവൾ തന്നതാണ്, അവളും ഹസ്ബൻഡും കുട്ടികൾ വന്നു തന്നതാണ്. പിന്നെ കോഴിക്കോട്ട് നിന്ന് സുനി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇപ്പോൾ 2 ദിവസം മുന്നേ കാണാൻ വന്നിരുന്നു. ഈ സുനി എന്ന് പറയുന്ന ആളെ വീട് കോഴിക്കോടാണ്. അവളുടെ ഏട്ടത്തി താത്താനെ കെട്ടിച്ചിരിക്കുന്നത് ഇവിടെ പൊട്ടിക്കല്ല് താഴത്തേക്കാണ്, ഇതിൻ്റെ താഴത്തേക്ക്. അപ്പോൾ അവൾ താത്താൻ്റെ അടുത്തേക്ക് കഴിഞ്ഞ വർഷം താത്താൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഓളോളെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സുനിയും അതുപോലെ ഈ ബാഗ് കിട്ടാനും, അതുപോലെ അത് മാത്രമൊന്നുമല്ല, ഇടയ്ക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല, എനിക്ക് പൈസ തരലുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ്, ബേക്കറികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നും കുറേ കഴിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ കിട്ടാനോ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ നമ്മളൊരു സന്തോഷമാണ്, മനസ്സിൻ്റെ ഒരു സന്തോഷം. ഇതിലൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ
കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനി ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണ് ജോലിക്ക് പോണത്. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തായാലും എനിക്ക് അവിടെ ജോലി കിട്ടൂല, സ്വന്തം നാട്ടിൽ കിട്ടൂല എന്നൊക്കെ ഒരുപാട് ഇതൊക്കെ ന്യൂസൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അവർ എന്ത് ന്യൂസ് കേട്ടാലും പഠിച്ച തമ്പുരാനും വിചാരിച്ചാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഓടിച്ചെന്ന് തുറക്കാൻ പറ്റുന്നതല്ല അങ്കണവാടി എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള ആൾക്കാർക്ക് അതവിടെ ജോലി ചെയ്യാനും അതിൻ്റെ ചാവി കിട്ടാനും ഭാഗ്യം ഉണ്ടാവുള്ളൂ, അവകാശം ഉണ്ടാവുള്ളൂ. അത്രയും ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ മാത്രമേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുള്ളൂ. ഈ അങ്കണവാടി സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടേതാണ്, ജനങ്ങളുടേതാണ്. അവിടുത്തെ ജോലിക്കാർ, അവിടുത്തെ സേവകർ മാത്രമാണ് അവിടെയുള്ള 2 പ്രവർത്തകർ. അപ്പോൾ എനിക്ക് അവിടെ ഉള്ള ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സല ടീച്ചറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി വത്സല ടീച്ചറെ. എൻ്റെ നാട്ടുകാർ തന്നെയാണ്, TK കോളനിയിലാണ്. വത്സല ടീച്ചർ നല്ല ടീച്ചറാണ്. ഞങ്ങൾ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് തന്നെയാണ് അവിടെ. ഞാൻ എൻ്റെ ഒരു ചേച്ചീൻ്റെ സ്ഥാനം, എൻ്റെ ഒരു അമ്മേൻ്റെ സ്ഥാനം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ടീച്ചറുണ്ട്, ഒരു ടീച്ചറുടെ സ്ഥാനം. അപ്പോൾ നല്ല ടീച്ചറാണ്. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്, പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ടീച്ചറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. അവിടുത്തെ അങ്കണവാടിൻ്റെ അയൽവാസികളൊക്കെ ആയിട്ട് അതേ പരിചയമുണ്ട്. എൻ്റെ നാടായതുകൊണ്ട് പരിചയമുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ ഞാനായതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷമായി എന്ന് പറയലുണ്ട്. സന്തോഷത്തോടെ എന്നോട് ചിരിക്കലുണ്ട്, സംസാരിക്കലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ആ ഒരു സന്തോഷം പറയാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടത് കാണിച്ചു തരും. കാരണം ഈ ടൈലിടാൻ കാരണക്കാരായ ആൾക്കാർ ഇതിൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിൻ്റെ കാരണക്കാർ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ എല്ലാ ഫോളോവേഴ്സും കാരനാണ് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇതിനൊക്കെ ഞാൻ ലോൺ എടുത്തിട്ടുള്ളതും കടം വാങ്ങിയിട്ടുള്ളതൊക്കെ വീട്ടിയതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എന്നെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എൻ്റെ വീട് പണി കൂടി പെട്ടെന്ന് തീരുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പൈസ തന്ന് സഹായിക്കാനല്ല പറയുന്നത്. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഏതെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിലേക്കോ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പിക്കോ അതിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ടുകളെല്ലാവരും എനിക്ക് ചെയ്യണം. അന്നെങ്കിൽ തന്നെ എൻ്റെ ഈ ഉദ്ദേശങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മളെ വീടിരിക്കലിന് വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും ഞാൻ ഹൗസ് വാമിങ് പറയും. കുറേ ആൾക്കാരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, കുറേ ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്. ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായതും ഇത്രയും ഇവിടം വരെ ഞാൻ എത്തിയതും ഈ ഒരു സോഷ്യൽ മീഡിയ കാരണമാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യരാണ്, നമ്മളെ വീട്ടിലും പ്രയാസങ്ങളും എല്ലാം തികഞ്ഞൊരു മനുഷ്യ ജീവിതം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും. പഠിച്ചോൻ എത്തിച്ചിട്ട് എല്ലാവർക്കും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും. കാരണം എല്ലാം തികച്ച് കൊടുത്താൽ പഠിച്ചോനെ മറക്കൂലേ, അതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ എനിക്കുള്ള കുറവുകൾ പറഞ്ഞാൽ കുറവുകളായിട്ട് കാണുന്നില്ല. നമുക്ക് പിന്നെ കുറച്ച് വീഡിയോ ഒന്ന് ഇതായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തീരുന്ന കുറവുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പഠിച്ചോനെ എത്തിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. പിന്നെ കള്ളത്തരം പറയല്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരെ വീഡിയോ കണ്ടാൽ അറിയാം, ഇഷ്ടംപോലെ ദൂർത്തടിച്ച് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കഴിക്കുക, കുട്ടികൾക്ക് കണ്ടമാനം മിഠായി വാങ്ങാൻ ക്യാഷ് കൊടുക്കുക, പിന്നെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങൾക്ക് മിഠായി വാങ്ങാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരയുക. അങ്ങനെ ഒന്നും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ അല്ലലും ബുദ്ധിമുട്ടും മറ്റൊരാളെ അറിയിക്കാൻ എനിക്ക് തീരെ താല്പര്യമല്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ, ഇന്നെ ഇഷ്ടമായിക്കണമെങ്കിൽ, എൻ്റെ ഫാമിലി ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ടൈലിട്ടതാണ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ ഫ്രണ്ട് ഒരു കട്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ, കിടക്കാനൊരു കട്ടിൽ തന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് അന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ ഞങ്ങൾക്ക് 2 കട്ടിലാണ് കിടക്കുന്നത് ഉണ്ടായിരുന്നത്. ഒരു കട്ടിൽ പറ്റ പോയി ഉറക്കത്തും കുത്തിയിട്ട്, ഒരു കട്ടിലിന് വലിയ കുഴപ്പമില്ല, അതെന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റൂല, കാരണം ചെറിയ കട്ടിലാണ്, അത് പറ്റ കുത്തി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഉപയോഗിക്കാം. പുതിയൊരു കട്ടിൽ കുഞ്ഞാടക്കാൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.